ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഖത്തറിന് ഐക്യദാർഢ്യവുമായി കൂടുതൽ അറബ് രാജ്യങ്ങൾ രംഗത്തെത്തി. ഇതിനിടെ GCC മേഖലയിൽ ഇസ്രായേൽ നടത്തിയ ഏകപക്ഷീയ ആക്രമണത്തിന്റെ പ്രതിഷേധം അറബ് മേഖലയിലും വ്യാപകമാണ്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഖത്തർ ആക്രമണത്തിൽ വിവിധ രാജ്യ തലവന്മാർ ദോഹയിലെത്തി ഖത്തറിന് പൂർണ്ണ പിന്തുണ നൽകി വരികയാണ്. GCC രാജ്യത്ത് ഇസ്രായേൽ നടത്തിയ ഈ ഏകപക്ഷീയ ആക്രമണത്തിന്റെ രോഷം അറബ് മേഖലയിലാകെ പടരുകയാണ്. ഇതിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയാണ് കൂടുതലായി അമർഷം പടരുന്നത്. അതേസമയം സ്വന്തം മണ്ണ് സംരക്ഷിക്കാനുള്ള ഏതു നടപടിയെയും പിന്തുണയ്ക്കുമെന്ന് ദോഹയിലെത്തിയ UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ബുധനാഴ്ച ഉറപ്പ് നൽകിയിരുന്നു. ഇത് ഇസ്രായേലിന്റെ ക്രിമിനൽ നടപടിയാണെന്ന് സൗദി അറേബ്യ തുറന്നടിച്ചിരുന്നു. മാത്രമല്ല ഇസ്രായേലിനെതിരെ UN രക്ഷാസമിതിക്ക് ഖത്തർ കത്ത് നൽകി. ഇതോടെ മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായി ഖത്തർ പിന്മാറുമോ എന്ന് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നു. ഇതോടെ ഗാസ വിഷയത്തിൽ ഹമാസുമായുള്ള സമാധാന ചർച്ചകളുടെ അവസാന വാതിലും അടയുമെന്നാണ് കരുതുന്നത്. എന്നാൽ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഖത്തറിനുണ്ടെന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയത് ലോകരാജ്യങ്ങൾ ഗൗരവമായി കാണുന്നു. തിരിച്ചടിക്ക് സജ്ജനെന്ന ഖത്തർ പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെ മിഡിൽ ഈസ്റ്റിൽ യുദ്ധഭീതിയുണ്ട്. എന്നാൽ സംഘർഷം രൂക്ഷമാകില്ലെന്നാണ് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികളുടെയും സ്വദേശികളുടെയും പ്രതീക്ഷ. എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. First time in television history, one man's 17-year TV show, 850 plus episodes, one anchor every week, 17 years, Middle East This Week, only on Jayhind TV. An Elvis Chumar TV show. Middle East This Week. Middle East beyond the headlines.